ഹലോ ഗൈസ്, ഇന്നൊരു ബിസി ഡേ ആണ് കേട്ടോ. എനിക്കും മിക്കക്കും ലീവായിരുന്നു. കുറച്ചധികം പ്ലാനിങ് ഉണ്ട് കേട്ടോ ഇന്ന്. ഞങ്ങൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരുമിച്ചൊരു ലീവ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഒരു 9 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. എനിക്കിന്നൊരു സ്കാനിങ് ഉണ്ട്. ഒരു 9:30ക്കാണ് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ 9:30 ആകുമ്പോൾ തന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, കാരണം ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇതാ ഡോക്ടറൊക്കെ വന്നു, സ്കാനിങ് ഒക്കെ എടുത്തു. ഇതാ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ റിപ്പോർട്ടൊക്കെ കിട്ടി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ രാമനാട്ടുകര പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ പോയിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ പിന്നെ രാമനാട്ടുകരയിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴേക്കും ഒരു 11:30 ആയി ഉണ്ടായിരുന്നു. 11:30 ആയതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി കൂൾബാറിൽ കയറിയിട്ടോ. അപ്പോൾ ഇതാ ലൈമും പെപ്സും ഒക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുടിച്ച് പിന്നെ നേരെ പോയത് എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നിടത്തേക്കാണ്. അവിടെയും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ പണിക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം പിടിച്ച് വെക്കാനും അങ്ങനെ ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഈ നീലാകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അതിന് മുമ്പ് ചോറൊക്കെ റെഡിയാക്കിയിരുന്നു. പിന്നെ അവിടെ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് നേരെ കൊണ്ടോട്ടി മലബാർ ഗോൾഡിലേക്ക് പോവുകയാണ്. ഓർണമെൻറ്റ് വാങ്ങിക്കാനൊന്നും അല്ല കേട്ടോ. ഞാൻ മലബാർ ഗോൾഡിൻ്റെ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഷോറൂമിൽ ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ ഷോറൂമിലേക്ക് കയറി ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇതാ നല്ലൊരു കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടോ, പുതിയ മോഡൽസൊക്കെ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ജ്യൂസും ഷവർമയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടോ. അവിടുന്ന് ഞാനിതാ ഒരു ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തൊരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കുമ്പം. അങ്ങനെ അതിന് ഷവർമൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയിരുന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ ഇക്കയും റിബൂസും ഇതാ പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ വേഗം പോയി കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.